മത്തായിയുടെ സുവിശേഷം chapter of Matthew, 26-ാം അധ്യായത്തിന്റെ chapter 26, 36 മുതലുള്ള വാക്യങ്ങൾ, verses 36 onwards. അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. 44-ാമത്തെ വാക്യം വായിക്കാം. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. 46-ാമത്തെ വാക്യം. എഴുന്നേൽപ്പീൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവിന്റെ മേശ നമ്മുടെ മധ്യത്തിൽ നിന്നുണ്ട്. We have the Lord's table amongst us. കർത്താവിന്റെ രക്തം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. We read that the wine indicates the blood of Christ, which is a New Testament. എന്നാൽ ഈ രക്തം അല്ലെങ്കിൽ നമ്മൾ ഈ കുടിക്കുന്ന വീഞ്ഞ്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ ചെറിയൊരു ഭാഗം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. Today I'm going to explain the importance of the wine, the blood of Christ that we drink. 33 വയസ്സുള്ള ആരോഗ്യവാനാകുന്ന ഒരു ചെറുപ്പക്കാരൻ, A 33-year-old healthy gentleman ഗത്സമൻ എന്ന തോട്ടത്തിനകത്ത് കിടക്കുകയാണ്. is lying in the field of Gethsemane. കർത്താവ് അവിടെ പ്രാർത്ഥിക്കാൻ പലപ്പോഴായിട്ട് പോകുമായിരുന്നു. Christ would go many a times to pray over there. പക്ഷെ ഇത്തവണ പോയത് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ്. But this time when he went with a particular mission. ഇനി ഒരിക്കലും താൻ ഗെത്സമനിൽ പ്രാർത്ഥിക്കാൻ പോകത്തില്ല. He's not going to go again to Gethsemane to pray. അതിനു മുമ്പുണ്ടായിരുന്ന പോലെയല്ല, ഇത്തവണ അവിടുത്തെ ആ അന്തരീക്ഷം മറ്റൊരു അന്തരീക്ഷമായിരുന്നു. It's not like before. The atmosphere there was different. താൻ ഈ ഭൂമിയിലേക്ക് വന്ന തന്റെ ദൗത്യത്തിന്റെ അവസാന ഘട്ടം, തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ പോവുകയാണ് യേശു. It was his last phase. It was Christ's last phase on earth. അവിടെ വന്ന് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. ആ സംഭാഷണമാണ് നമ്മൾ വായിച്ചത്. What we read was the last prayer that Christ gave at Gethsemane. അതിന്റെ 38-ാമത്തെ വാക്യം നോക്കിയേ. Let's read the verse 38. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോട് ഉണർന്നിരിക്കും. ഈ ശിഷ്യന്മാരെ കൊണ്ടാണ് യേശു പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് ഒരു മരണവേദനയിലൂടെ യേശു കടന്നുപോയി. മരണവേദന. When Christ was there, he was going through death pangs. യേശുവിന് അറിയാം യേശു ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. Christ knew that he was going to be crucified. നിങ്ങൾക്കറിയാം, ഈ ചരിത്രം പറയുന്നത് ഏറ്റവും വേദനാജനകമായ, ഏറ്റവും വേദനയുള്ള മരണം എന്ന് പറയുന്നത്, ശിക്ഷ എന്ന് പറയുന്ന ശിക്ഷാരീതിയാണ് ക്രൂശീകരണം. As all historians say, crucifixion is the most painful, torturous method of death. കാരണം തലവെട്ടി കൊല്ലുക എന്ന് വെച്ചാൽ ഈസിയാണ്. തലവെട്ടി പെട്ടെന്ന് മരിക്കും. Because if your head is cut off, you die instantly. പക്ഷെ ക്രൂശീകരണത്തെ കുറിച്ച് അതിന്റെ വേദന, അതിന്റെ യൂട്യൂബിൽ അതിന്റെ വീഡിയോ കിട്ടും. അതിന്റെ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. But when you're crucified, you die inch by inch. നമ്മൾ പറയാറില്ല ഇഞ്ചായാണ് മരിക്കുന്നത്, ഇഞ്ചായി. As we say, inch by inch death. നമ്മൾ ഈ ജിമ്മിൽ പോകുന്നവർക്ക് അറിയാം, പുഷപ്പ് എടുക്കുക. നമ്മൾ പുള്ളപ്പ് എടുക്കാറുണ്ട് അല്ലേ? പുള്ളപ്പ് അറിയാമോ? All those who go for gym would know how to take pull-ups. പുള്ളപ്പ് എടുക്കുക. നമ്മളിങ്ങനെ പുള്ളപ്പ് എടുക്കും. ഈ പുള്ളപ്പിന് തന്നെ പല പുള്ളപ്പുണ്ട്. അത് വൈഡ് ആംഗിൾ പുള്ളപ്പ് എന്ന് പറയും. വൈഡ് പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ നല്ല വിടർത്തിയിട്ട് ഇങ്ങനെ പോകണം. There are a variety of pull-ups where you can widen your stance. ഈ വൈഡ് ആംഗിൾ പുള്ളപ്പാണ് ഏറ്റവും ഹാർഡ്, എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വൈഡ് ആംഗിൾ പുള്ളപ്പ് എടുക്കാൻ. The most difficult sort of pull-up is the wide angle pull-up. ക്രൂശീകരണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവർ ഈ ക്രൂശിൽ കർത്താവിന്റെ ആ കരങ്ങൾ അടിച്ച് തൂക്കിയിടുമ്പോൾ ഈ ഫുൾ വെയിറ്റ്, ആ മനുഷ്യന്റെ ഫുൾ വെയിറ്റും ആ ബോഡി ആ രണ്ട് കരങ്ങളിൽ വന്ന് കൊടുത്ത് താങ്ങിയാണ് താഴോട്ട് പോകുന്നത്. When Christ was crucified, all of his weight was spread across his two hands as his body was sulking down. ഞാൻ ഇത് ആലോചിച്ചിട്ട് പോയെന്ന് അവിടെ ട്രൈ ചെയ്തു, ജിമ്മിൽ പോയിട്ട്. Thinking of this, I tried to take the wide angle pull-up. ഒരു സൂചി
കൊത്തുപോലും കൊള്ളാത്ത എനിക്ക് ഒരു പ്രാവശ്യം പോലും വൈഡാങ്കിൾ പുള്ളപ്പ് എടുക്കാൻ പറ്റുന്നില്ല. Even without getting a nail across my hand, I couldn't take one wide angle pull-up. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഒന്ന് കർത്താവിനെ വിളിച്ചു, കർത്താവേ അങ്ങ് എത്ര വേദനയാ സഹിച്ചത്. At that time, from all of my heart, I said, God, how much did you suffer for me? യേശുവിന്റെ ഹൃദയം മരണവേദന കൊണ്ട് പിടയാണ്. Christ's heart is worried with the pangs of death. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ക്രൂശീകരണത്തിന്റെ വേദനയാണെന്ന്. But we think it is a crucifixion, pain of crucifixion. പക്ഷെ ക്രൂശിൽ കയറാൻ പോകുന്ന ആ വേദന അല്ലായിരുന്നു. But that pain wasn't the pain for crucifixion. മറ്റൊരു വേദനയായിരുന്നു. That was another pain. ആ വേദന എന്താണെന്നറിയാമോ? Do you know that pain? ഒരു അല്പസമയത്തേക്കെങ്കിലും Just for a little time, പിതാവുമായിട്ടുള്ള ബന്ധം ഒന്ന് കട്ടാകാൻ പോവുകയാണ്. he would be cut off from his father. അല്പസമയത്തേക്ക്, Just for a moment, ചില മണിക്കൂറുകളേ ഉള്ളൂ. just for some hours. നമ്മൾ വേദനപ്പെടാത്തതും യേശു വേദനപ്പെട്ടതും അതിനു വേണ്ടിയായിരുന്നു. What we didn't have to suffer and what Christ suffered was for that. നമ്മൾ വേദനപ്പെടുന്നത് എന്തിനാണ്? In what did we get pain? നമ്മുടെ ഭൗതിക വിഷയങ്ങൾ സംബന്ധിച്ചായിരിക്കും. With all our physical worldly pleasures. നമ്മുടെ മറ്റ് ജോലി സംബന്ധം, കുടുംബം, മക്കള്, അത് ഇതെല്ലാം ആലോചിച്ചാണ് നമ്മൾ വേദനിക്കപ്പെടുന്നത്. We get worried and tensed about our job, family, etc. പക്ഷെ കർത്താവ് ഇതിനെല്ലാം കർത്താവ് രാജാവായിരുന്നു. But for Christ nothing was this. He was a king. പക്ഷെ ആ പിതാവുമായിട്ടുള്ള ബന്ധം കട്ടാകുന്നു എന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോൾ കർത്താവിന്റെ ഹൃദയം മരണവേദന ഉണ്ടെന്ന് അറിയാൻ തുടങ്ങി. But the moment he realized he's going to be cut off from his father God, that's when he had the death pangs. നമുക്ക് കിട്ടിയൊരു ഭാഗ്യം അറിയാമോ? നമുക്ക് ഒരിക്കലും ആ ബന്ധം കട്ടാകത്തില്ല. You know what is the great blessings we have? The blessing is that our relation will never be cut. ആ ബന്ധത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞിരിക്കുന്ന ആത്മാവ് ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ് ആണ്, നമ്മളിൽ വസിക്കുന്ന ആത്മാവാണ്. Oh, the Holy Spirit is indwelling within us. ദാവീദിനൊരു പേടി ഉണ്ടായിരുന്നു, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്നും നീക്കരുത്, കാരണം ഇത് പഴയ നിയമത്തിൽ വന്നും പോയിക്കൊണ്ടിരുന്നു. David had a fear that God, don't take away your spirit, because in the Old Testament the spirit would come and go. എന്നാൽ പുതിയ നിയമത്തിൽ എന്നേക്കും നമ്മുടെ കൂടെ വസിക്കുന്ന ആത്മാവാണ്. But in the New Testament it is an indwelling spirit. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാന്നിധ്യം, ആ കണക്ഷൻ കട്ടാവും, നമുക്ക് അറിയാൻ പറ്റില്ല കർത്താവ് എവിടെയാണെന്നുള്ളത്. But there is one problem, we do not know where God is if that connection gets cut. യേശുവിനെ സംബന്ധിച്ച് ഒരു അല്പസമയത്തേക്ക്, എത്ര മണിക്കൂർ, എനിക്ക് തോന്നുന്നു ഒരു 12 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സമയം, കുറച്ച് സമയത്തേക്ക് പിതാവുമായിട്ടുള്ള ബന്ധം കട്ടാവാൻ പോവുകയാണ്. In terms of Christ, he is going to be cut off from his father for 12 hours maybe. ഒരു മത്സ്യത്തെ പിടിച്ച് കരക്കിടന്ന് കിടന്ന് പിടയുന്നത് പോലെ യേശു പിടയുകയാണ്. Just as you take a fish and put it on the land, സത്യത്തിൽ നമ്മൾ പെടയേണ്ടത് ഇതിനായിരിക്കണം. Oh, we should actually be restless for this. പക്ഷെ ഇതിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. But we have no tension. ദൈവ സാന്നിധ്യം അല്പം കർത്താവിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ നമുക്ക് ആര് വിഷമിക്കും? നമ്മൾ ആര് വിഷമിക്കുന്നുണ്ട്? If we do not feel God's presence or hears God's voice, who is tensed here? കർത്താവിന്റെ പ്രസൻസ്, അപ്പന്റെ സാന്നിധ്യം, കർത്താവ് എവിടെയാണെന്നൊരു ചോദ്യം വരുമ്പോൾ ഉള്ളിൽ പെടച്ചിൽ വരും. അത് അനുഭവിച്ചവർക്കേ പറ്റുന്നു. അനുഭവിച്ചവർ. We should experience this sort of restlessness for Christ. ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും ഭാര്യയുമായിട്ട് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, കോൾ ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് വരുമ്പം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും, എവിടെയാണ്? I always text and call my wife, but the moment I leave a small gap, I get a question mark. Where are you? കർത്താവുമായിട്ട് നമ്മുടെ ദിവസങ്ങൾ ഉണ്ടായിരിക്കും. With Christ, we don't speak to him for days. നമുക്കൊന്നും ഫീൽ ചെയ്യാറില്ല. And we do not feel a thing. ദൈവം എന്നെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ നടക്കും. God is taking me forward, we say. പക്ഷെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം, But as per Christ, it is പിതാവുമായിട്ടുള്ള ബന്ധം തനിക്ക് വിച്ഛേദിക്കപ്പെടുന്നത് മരണവേദനയായിരുന്നു. It was death pangs for Christ to be separated from the Father. ഒരല്പസമയത്തേക്ക്, just for a little time, അല്പസമയത്തേക്ക് കട്ടാകാൻ പോവുകയാണ്. just for some time it would be cut. പക്ഷെ യേശുവിനറിയാം ഈ ബന്ധം കട്ടായാലേ അനേകർ ഈ ബന്ധത്തിലേക്ക് വരത്തുള്ളൂ. But Christ knew one thing, only if his relation is cut for a little while, many will be joined to Christ. ഞാൻ അല്പസമയം ഈ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെ ഈ എണ്ണച്ചക്കിൽ അവിടെ ഞാൻ ഒരു യാഗമായി മാറാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ആ നാഴികയിലേക്ക് ഞാൻ കടക്കുമ്പോൾ അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ ഇത് മുഖാന്തരമാകും. As I'm getting to the hour of my death, millions of billions will be coming to the saving grace of the Father. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, യേശു കടന്നു പോയ ഒരു നാഴികയുണ്ട്, ഒരു മേഖലയുണ്ട്. These days what God wants from us is Christ went through an hour
കർത്താവ് ശിഷ്യന്മാരെടുത്ത് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉറങ്ങരുതെന്നൊക്കെ ഉപദേശം. പക്ഷെ അവർ ഉറങ്ങിപ്പോയി. അതിനെക്കുറിച്ചൊക്കെ പാസ്റ്റർ പലപ്പോഴും ഇവിടെ പ്രസംഗിക്കാറുണ്ട്. Christ told his disciples to not sleep and pray, but many a times the disciples slept. നമ്മൾ പലപ്പോഴും പറയേണ്ട രക്ഷ സൗജന്യമാണ്. Many a times we say that salvation is free. അല്ലേ? ഫ്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് നെസ്റ്റോയിൽ പറയാണ്, ഇന്ന് ഇവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനവും ഫ്രീ ആണ്, നിങ്ങൾ ഒരു പൈസയും തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അത് നാളെ എക്സ്പയറി ആവേണ്ട സാധനമാണ്, അല്ലെങ്കിൽ അത് വിഷമായിരിക്കും, അതുകൊണ്ടാണ് കൊടുക്കണം പറയത്തില്ലേ? If we get an offer from Nesto saying that tomorrow you can get everything for free, we will doubt that those are expired items. എന്തെങ്കിലും കുറ്റം പറയും, പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ പറയും. Especially Malayalis will find a fault. പക്ഷെ ഒരു കാര്യമുണ്ട്, രക്ഷ സൗജന്യമാണ്, പക്ഷെ അതിന്റെ പിന്നിൽ കൊടുത്തൊരു വിലയുണ്ട്. Oh, the salvation is free, but you have to pay a price once you get it. കർത്താവിന്റെ രക്തം, അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തിയാണ് ആ രക്ഷ നമുക്ക് സൗജന്യമാക്കിയത്. Christ's last drop of blood was shed for you and me for that salvation. അതുകൊണ്ട് വീണ്ടും പാപത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ഹൃദയത്തിൽ വരിക, ഈ പാപത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്ത ഒരു രക്തമുണ്ട്. Because of that, when we go back to sin, think that there is a blood that was shed on the cross for me. ആ രക്തത്തിൽ പങ്കാളികളാകുവാൻ നമ്മൾ പോവുകയാണ്. We are going to take a covenant in that holy blood of Christ. വളരെ കൂളായിട്ട് വന്ന് കത്രിമേശ എടുത്തിട്ട് പലരും പോകാറുണ്ട്. Many people take it so casually. ഞാൻ നമ്മുടെ സഭയെ കുറിച്ചല്ല പറയുന്നത്, പൊതുവെ I'm talking in general. വളരെ ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ഒന്നും അറിയാം, ഈസി ആയിട്ട് വന്നിട്ട് കുടിച്ച് തിന്നിട്ട് പോകും. People without knowing the importance of this, they come casually and eat and drink. ഇതൊരു ചടങ്ങല്ല. This is not a ritual. ഇതിന്റെ പിന്നിൽ ഒരു യാഗം നടന്നിട്ടുണ്ട്. There is a sacrifice which has happened behind this. ഇതിന്റെ പിന്നിൽ ഒരു വലിയ വില മുടക്കിയിട്ടുണ്ട്. There is a great price that was paid behind this. ആ മുടക്കിയ വിലയിലാണ് നമ്മൾ പങ്കാളികളാകുന്നത്. Oh, we have become partakers in that price that was paid. ഇത് അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മളിൽ രൂപാന്തരം ഉണ്ടാകുന്നത് ഇതിന്റെ പിന്നിൽ ഒരു വില കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. The moment this enters our body, we are transformed because of the price that was paid for this. ഞാൻ സഭയോട് പറയാം, I'm telling the church, കർത്താവ് മരണവേദന കൊണ്ട് പിടച്ചത് പിതാവിനോടുള്ള ബന്ധം കട്ടായപ്പോഴാണ്. Christ went through death pangs because of the relation being cut from the Father. എല്ലാം പ്രതികൂലമായാലും അപ്പനുമായിട്ടുള്ള ബന്ധം കണക്റ്റഡ് ആണെങ്കിൽ അതാണ് ബ്ലെസ്സിംഗ്. If you're having a lot of tormentations around you, but the moment you're connected with your Father, that is a true blessing. എൻ്റെ ജീവിതത്തിൽ തീയിലൂടെ നീ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. തീയിലൂടെ I've gone through fire in my life. പ്രശ്നങ്ങളുടെ എന്താ പറയുന്നത്, I've gone through a heap of problems in my life. പക്ഷെ അതിന്റെ മധ്യത്തിലും ഒരു സാമീപ്യം, ആ ഒരു പ്രസൻസ് എനിക്ക് അനുഭവിക്കാൻ പറ്റും. But amongst it all, I've always felt the presence of the Lord. നിങ്ങൾ തീയിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്ത് കാണും. Many of you might have walked through fire. പക്ഷെ അപ്പന്റെ ആ സാമീപ്യം, നിങ്ങൾക്ക് ആ പ്രസൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയ വേറെ ഒന്നും വേണ്ട. As you are going through this fire, if you can just feel the presence of our Father, you need nothing else. യേശു പറയാണ്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് യേശു പറയുകയാണ്, ഞാൻ ഇപ്പോൾ കൽപ്പിച്ചാൽ 12 ലഗ്യോനിലധികം ദൂതന്മാരോട് ഇറങ്ങും. After this happening, actually Jesus says that if I command, 12 legions of angels will come to my service. അപ്പോഴും കർത്താവിന് അധികാരമുണ്ട്, അതോറിറ്റി അപ്പോഴും പോയിട്ടില്ല. Even at that time, Christ had the authority and power. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, പത്രോസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മുടെ പാപത്തെ ചുമന്ന് ക്രൂശിൽ കയറി. Peter has written that he carried our sins and rose to the cross. എന്റെ ചിന്ത ഇങ്ങനെ, ഞാൻ എന്റെ ചിന്തയിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം. പാപം പലപ്പോഴും പലരും ചിത്രീകരിക്കുന്നത് ക്രൂശിൽ യേശുവിനെ തറയ്ക്കുന്ന സമയത്താണ് പാപം യേശുവിന്റെ മേൽ വന്നു എന്നാണ് പറയുന്നത്. Many times people think that while Christ was crucified on the cross, that is when sin entered him. പക്ഷെ പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കത് ശരിയാണോ എന്ന് അറിയില്ല, പക്ഷെ എന്നെ ചിന്തിച്ചിട്ട് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. But in Peter it is written that he carried our sins and went up to the cross. ഒരുപക്ഷെ ആ മരക്കുരിശ് യേശുവിന്റെ മേൽ അവർ വെച്ചപ്പോഴായിരിക്കും ആ പാപത്തിന്റെ ശക്തി അവന്റെ മേൽ വന്നത്. Oh, maybe when he was laid onto that cross, that's when the power of sin hit him. ക്രൂശിൽ യാഗമായ ആ കർത്താവിന്റെ മേശയിൽ നമ്മൾ പങ്കാളികളാകാൻ പോവുകയാണ്. Oh, we are going to be partakers of that Christ who was a sacrifice on the cross. ഇന്ന് ഈ വചനം ഇവിടെ പ്രസംഗിച്ചതുകൊണ്ട് Because we have preached this word tonight, ഇന്നത്തെ തിരുമേശയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. there is a specialty for
the Lord's table tonight. ഇന്ന് ഒരു അസാധാരണമായ ശക്തി ഇതിന്റെ പിന്നിൽ There is വ്യാപരിക്കും. going to be a supernatural power in this tonight. ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ആമേൻ ഒരു പുതിയ തുടക്കമാകും. This will be a new starting with the relation with God tonight. ചില പുതിയ തീരുമാനങ്ങൾ പലരും എടുത്തു, ഇനി എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ആരംഭമാകട്ടെ. Many of us have already taken a new decision. Many are yet to be taken. Let it be a start for it all. പെട്ടെന്ന് കണ്ണുകൾ അടച്ചാട്ടെ. Let us all close our eyes. ഇനി ഒരുപാട് പ്രസംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സഭയിൽ ആമേൻ വർഷങ്ങളായി പ്രസംഗങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വരേണ്ടുന്ന ആമേൻ എടുക്കേണ്ടുന്ന ക്രമീകരണങ്ങളെ എടുത്ത് തീരുമാനങ്ങളെ എടുത്ത് ആ അപ്പൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടുന്ന എല്ലാ ഭാഗങ്ങളും ക്രമീകരിച്ച് ആ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരുങ്ങുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞങ്ങളിതിനെ വില കുറച്ച് കാണുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് ഞങ്ങൾക്ക് ആമേൻ ജീവനായി ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.